അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ സംസ്കാരം വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ നടക്കും. മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ അന്തിമോപചാരം അർപ്പിച്ചു. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരുപാട് പേർ ഈ പൊതുദർശനത്തിനിടയിൽ രഞ്ജിതയെ കാണാനെത്തിയിരുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി മൃതദേഹം ഏറ്റുവാങ്ങിയത് രാവിലെ 2 മന്ത്രിമാരാണ്. മന്ത്രി വി എൻ വാസവൻ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ജയശങ്കർ? രഞ്ജിത്ത, കണ്ണീരോടുകൂടി രഞ്ജിതയ്ക്ക് ജന്മനാട് പുല്ലാട് വിട പറയുകയാണ്. രഞ്ജിതയുടെ ഭൗതികദേഹം പണി തീരാത്ത സ്വപ്ന ഭവനത്തിൽ നിലവിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ബന്ധുക്കൾക്കും ഒപ്പം തന്നെ NSSുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകൾക്കും മാത്രമാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമുള്ളത്. ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വരരുതെന്നൊരു ആവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ പൊതുദർശന പരിപാടികൾ നമ്മൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി പോയിട്ടില്ല. എന്തായാലും വലിയ വൈകാരിക നിമിഷമാണ്. കാരണം സ്വപ്നങ്ങൾ ചിറകിലേറി കൊണ്ട് ഒരു കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി 2 മക്കളെ കരക്കെത്തുന്നതിന് വേണ്ടി ലണ്ടനിലേക്ക് പറന്ന രഞ്ജിത ഇതിനിടയിൽ അഹമ്മദാബാദിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. അത് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ സംബന്ധിച്ചത് വലിയ ദുഃഖവും വിഷമവും ഉണ്ടാക്കിയൊരു സംഭവമാണ്. വീട്ടിൽ നിന്ന് മടങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു വിമാനാപകടം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒപ്പം തന്നെ രഞ്ജിതയുടെ മരണവിവരവും കുടുംബത്തെ തേടിയെത്തുന്നത്. ആ മക്കൾ ഇപ്പോഴും അമ്മ തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം ആവർത്തിച്ച് അമ്മൂമ്മയോടൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് വീട്ടിലുള്ളത്. അത്രമാത്രം വൈകാരികമായ അവസ്ഥയാണ്. വിവേകാനന്ദ സ്കൂളിലെ പൊതുദർശനത്തിന് ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. പരമാവധി ആളുകൾ സ്കൂളിലെത്തി തന്നെ ഇതിന് രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കണമെന്നൊരു ആവശ്യവും കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്കൂളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ വിലാപയാത്രയായി വീട്ടിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിച്ചത്. നിലവിൽ രഞ്ജിതയുടെ സ്വപ്നഭവനത്തിൽ പണി തീരാത്ത വീട്ടിൽ ഈ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയാണ് ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. എന്തായാലും 4:30 തന്നെ രഞ്ജിതയുടെ ഭൗതികദേഹം മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കും. ഇപ്പോഴും ആ മക്കൾ, കുഞ്ഞുമക്കൾ, 10ാം ക്ലാസ്സുകാരൻ ഇന്ദുചൂടനും ഒപ്പം 7ാം ക്ലാസ്സുകാരി മകളും ഈ ഒരു മരണം ഉൾക്കൊണ്ടിട്ടില്ല. അവരിപ്പോഴും അമ്മ മടങ്ങി വരുമെന്ന് തന്നെയാണ് ബന്ധുക്കളോട് പറയുന്നത്. അത്രമാത്രം വൈകാരികമായൊരു നിമിഷമാണ്. എന്തായാലും രഞ്ജിതയ്ക്ക് നാട് വിട പറയാൻ ഒരുങ്ങുന്നു. അതിനി മണിക്കൂറുകൾ മാത്രമാണ്. എന്തായാലും ഈ രഞ്ജിതയുടെ മരണത്തിന് ശേഷം കുട്ടികളുടെ ഭാവി ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ കുട്ടികളുടെ ഭാവി കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്ന കാര്യം നേരത്തെ തന്നെ പറയുകയും ചെയ്തു. എന്തായാലും വലിയ വിഷമമാണ്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് DNA പരിശോധനയിലൂടെ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇന്ന് രാവിലെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയും GRNലും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.